ഇനി യുദ്ധം ഇല്ലടാ, യുദ്ധം നടക്കത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം നഷ്ടമാണ് എല്ലാവർക്കും. അതിന് അവിടെ ആ മറ്റേ അറബികളും റഷ്യക്കാരും ഒക്കെ കൂടെ കളിച്ച് നടന്നോളും. അത് ഉറപ്പല്ലേ, അവിടെ സ്ഥിരമായിട്ട് ഇതല്ലേ പരിപാടി. നോമ്പ് അങ്ങോട്ട് കഴിയുമ്പോഴേ അവരിങ്ങനെ പിടിച്ചു വെച്ചേക്കുവാണ്. അത് കഴിയുമ്പോൾ ഒരെണ്ണം അടുത്ത പൊട്ടിക്കും. എല്ലാം നല്ല ടീമാണ് ഇരിക്കുന്നത്. എല്ലാ രാജ്യത്തിന്റെയും തലപ്പത്തിരിക്കുന്നവർക്ക് പ്രാന്താ. ട്രംപ്, പുട്ടിന്, മോഡി, മറ്റേ നെതന്യാഹു, ഇറാനിൽ എല്ലാം ടീംസാ. കൊറിയയില് അണ്ണൻ, ഇങ്ങനത്തെ ടീമുകൾ ഒരുമിച്ച് ഒരു സമയത്ത് ഒന്നും അല്ലേ. അതെ, ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. എല്ലാം തലതെറിച്ചവന്മാരാ. അവരൊട്ട് ഇറങ്ങുന്നുമില്ല. പുട്ടിൻ കയറിയിട്ട് ഇറങ്ങുന്നില്ല, മോഡി കയറിയിട്ട് ഇറങ്ങുന്നില്ല. അതൊക്കെ കിട്ടും, വേണ്ടെന്ന്. മറ്റേ അവൻ ചാകുന്നിടം വരെ അവിടെ ഇരിക്കും. കിം ജോങ് നെതന്യാഹു കയറിയിട്ട് കുറേ കൊല്ലമായി. ഇങ്ങനെ എല്ലാ ടീമും ഇരിക്കുന്നത് ഇവിടെ. ട്രംപ് ഇടയ്ക്കൊക്കെ വരുമെന്നിങ്ങനെ. അവന്റെ ക്ലോൺ കാണും ചിലപ്പോൾ. അതാണ് ഇവിടുത്തെ പ്രശ്നം.